ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫ്ന. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ളൊരു നെത്തോലിപ്പീരയുടെ റെസിപ്പി ആയിട്ടാണ്. അത് സ്റ്റാർ ഫ്രൂട്ട് വെച്ചുള്ളൊരു നെത്തോലിപ്പീരയാണ്. പീരയ്ക്കുള്ള നെത്തോലി ഞാൻ വൃത്തിയാക്കി എടുക്കുകയാണ്. നമ്മളിങ്ങനെ കൈവച്ചാണ് കേട്ടോ ഇങ്ങനെ പിച്ചി എടുക്കുന്നത്. കത്രിക പിച്ചാത്തി ഒന്നിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നെത്തോലി എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിട്ട് നമ്മളിതൊന്ന് കഴുകി എടുക്കുവാണ്. അന്നേരം നെത്തോലിയിലെ അഴുക്കുകളൊക്കെ പോവും. കണ്ടോ, നമ്മുടെ നെത്തോലിയിൽ ഇത്ര അഴുക്കുണ്ടായിരുന്നു. നമുക്ക് നെത്തോലിപ്പീര വയ്ക്കാൻ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. തേങ്ങ, വെളുത്തുള്ളി, സവാളയുണ്ട്, കുറച്ച് സവാള മതി, ഇഞ്ചിയുണ്ട്, കൊച്ചുള്ളിയുണ്ട്, പിന്നെ നല്ല കാന്താരിയാണ്, നല്ല പഴുത്ത കാന്താരി, കറിവേപ്പില, പിന്നെ നമ്മുടെ ഇന്നത്തെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പുമാണ് വേണ്ടത്. നമുക്ക് പ്രിപ്പറേഷൻസിലോട്ട് പോകാം. ആദ്യമായിട്ട് സവാള ഞാൻ അരിഞ്ഞെടുക്കുവാണ് കേട്ടോ. നമ്മൾ കൊച്ചുള്ളിയൊക്കെ ചതച്ചാണ് എടുക്കുന്നത്. സ്റ്റാർ ഫ്രൂട്ടും സവാളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. ഇത് നമുക്കിതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. ആദ്യമായിട്ട് തേങ്ങ ഇടുവാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചതച്ചാൽ മതി. ഇനി അടുത്ത് ഞാൻ ഇഞ്ചി ഇടുവാണ്. ഇഞ്ചി ചതച്ചിട്ടുണ്ട്. ഇനി കൊച്ചുള്ളി ഇടാം. കൊച്ചുള്ളിയും ചതച്ചിട്ടുണ്ട്. ഇങ്ങനെ ചതഞ്ഞാൽ മതി കൊച്ചുള്ളി. ഇനി വെളുത്തുള്ളിയാണേ. അടുത്തായി നമുക്ക് ഈ കാന്താരി ഒന്ന് ചതച്ചെടുക്കാം. കാന്താരി ഇട്ട് മീൻപീര വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ ഓവറായിട്ട് ചതയിടത്. അപ്പോൾ ഇതൊക്കെ ആ പീരയിൽ കാണണോ. കാന്താരി ചതയ്ക്കുമ്പോൾ ആ കാന്താരിയുടെ ഒരു സ്മെല്ലുണ്ട്. ഇനി അടുത്തായി കറിവേപ്പില, പീരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഒതുക്കിയെടുക്കാന്ന് പറയില്ലേ, എല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ സവാളയും സ്റ്റാർ ഫ്രൂട്ടൊക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കളർ കണ്ട ഇങ്ങനെ വാരി ഇത് കഴിക്കാൻ തോന്നും. ഇനി ഇതിലേക്ക് നെത്തോലി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ നെത്തോലിയിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലിനി ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചതച്ച ഈ കല്ല് കഴുകിയ വെള്ളം ഇതിലൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ഞാൻ കാണിക്കാം. നമ്മുടെ മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ഇപ്പം വേണമെങ്കിൽ ഒരു മണത്തിന് 2 ഇതളൊന്ന് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് അടച്ചു വെച്ചാൽ നല്ല ഒരു മണം കിട്ടും. നമ്മുടെ മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാങ്ങ ഇട്ട് വെക്കുന്ന മീൻപീരയുടെ അതേ ടേസ്റ്റാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.